ഈ റിച്ചാർഡ് വൂൾഫിന്റെ ഒരു കാര്യം ഞാൻ തന്നെ പറയാം. പുള്ളി പറഞ്ഞെന്നറിയോ, ഈ ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അമേരിക്ക നശിക്കാൻ പോകുന്നു, അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് വെറും ഒരു എലിയാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആനയാണ്. ഇപ്പൊ ആനയുടെ ഇടയ്ക്ക് ആത്യന്തികമായിട്ട് എലി തോറ്റുപോവുകയുള്ളൂ, ഇന്ത്യയുടെ താരിഫ് കൂട്ടിയിരിക്കുന്നു. ഒന്ന് ഇത് ആരോടാ ഇന്ത്യൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടാണ് പുള്ളി കൂടുതലും സംസാരിക്കുന്നത്. അല്ലാതെ ഉണ്ട് പുള്ളി കുറെ ഇതേപോലെയുള്ള വീഡിയോ കോൺഫറൻസിങ് ഒക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഒരു ആനയാണ്, അമേരിക്ക ഒരു എലിയാണ്. ആത്യന്തികമായി അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ തോറ്റുപോകും ഈ താരിഫ് വാറുകൾക്ക് കാരണം. അല്ല, ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക തോറ്റുപോകും. ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നൊന്ന് ആലോചിക്കണം. കാരണം നമ്മൾ വസ്തുതകൾ മാത്രമാണ് നോക്കേണ്ടത്. ഒന്നാമത് പുള്ളി പറയുന്ന ഇന്ത്യ എന്തുകൊണ്ട് ആനയായെന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യയിലെ 140 or 150 ബില്യൺ പീപ്പിൾ, ബില്യൺ, 150 ബില്യൺ അല്ല, 1.5 or 1.4 ബില്യൺ പീപ്പിൾ, 140 നമ്മുടെ ഇന്ത്യൻ നമ്പറിൽ പറയുന്നതായിരിക്കും എളുപ്പം. ഒരു 145 കോടി ജനങ്ങൾ. ഈ ജനങ്ങൾ ഉണ്ടാക്കുന്ന മാർക്കറ്റ്, ഡിമാൻഡ്, എംപ്ലോയ്മെന്റ് ചെയ്യാനായിട്ടുള്ള തൊഴിലെടുക്കാനായിട്ടുള്ള ആളുകൾ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ. പിന്നെ ഇന്ത്യയുടെ ബാക്കിയൊക്കെ എടുത്തോ, ആവറേജ് ഏജ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഡെമോക്രാറ്റിക് ഡിവിഡൻഡ് ആണ് പുള്ളി ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. അത് എക്കണോമിക്സിൽ ഉണ്ടാവുന്നത്. പുള്ളി പൊളിറ്റിക്കൽ എക്കോണമിയാണ്, എന്നുവെച്ചാൽ പുള്ളിയുടെ പൊളിറ്റിക്സിനകത്ത് നന്നായിട്ട് കയറും. പുള്ളിയുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാർസിസം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാർസിസം വെച്ചുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അമേരിക്കക്ക് ഇതൊന്നുമില്ല. അമേരിക്ക ആകെ 4% ആളുകളേ ഉള്ളൂ. ഇന്ത്യ അങ്ങനെയല്ല, 10-20% അടുപ്പിച്ച് വരുന്ന പോപ്പുലേഷൻ ഉണ്ട് ലോക ജനസംഖ്യയുടെ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി നമുക്കറിയാം, ഒരു പോപ്പുലേഷൻ വർദ്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് സൈഡ് ഓക്കെ ആയതുകൊണ്ടോ ഒരിക്കലും അവിടെ സമ്പത്ത് ഉണ്ടാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുരോഗതി ഉണ്ടാവുകയോ ചെയ്യുമെന്ന് ഉറപ്പിക്കാനാവില്ല. അതൊരു വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ആണ്. നോട്ട് നെസസറിലി അത് അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. മറിച്ചായിരുന്നെങ്കിൽ ആഫ്രിക്കയിലൊക്കെ എത്രയോ 1.4 ബില്യൺ ആണ് അവിടുത്തെ ആഫ്രിക്കയിലെ പോപ്പുലേഷൻ. ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ TFR ഒക്കെ പല രാജ്യങ്ങളിലും ഇപ്പോഴും 5-ന് മേളിലാണ്. അങ്ങനെ നൈജീരിയ ആ ഒരു ലെവലിലേക്കൊക്കെയുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കൂ. ആഫ്രിക്ക ഏതാണ്ട് വളരെ പെട്ടെന്ന് പോപ്പുലേഷൻ ഇരട്ടിയാകും. ആഫ്രിക്ക എന്ന് പറയുന്നത് ഒറ്റ കോണ്ടിനെന്റിൽ മാത്രമാണ് ഇത്ര ദ്രുതഗതിയിൽ പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷൻ ഡിവിഡൻഡ് ഉണ്ട് ഒന്ന്, ഓക്കെ, അതുകൊണ്ടുള്ള മാർക്കറ്റ് ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ യങ്ങർ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ തൊഴിൽപരമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊരു ബർഡൻ കൂടിയാണെന്നാണ് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യക്ക് ഇപ്പോഴും പോപ്പുലേഷനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ പോപ്പുലേഷൻ ഫുള്ളി ഒരു എന്താണ് പറയാ, ഒരു കുറ്റമറ്റ ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ബേർഡനും ഉണ്ട്, ഡിവിഡൻഡും ഉണ്ട്. ഡിവിഡൻഡ് നോക്കി പോയി കഴിഞ്ഞാൽ ബേർഡൻ ഇല്ലാതാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹ്യൂജ് പോപ്പുലേഷൻ ഒരിക്കലും ഒരു വെൽത്ത് ക്രിയേഷനിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്ത് കാണുന്നത്. ഇതൊരൊറ്റ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇന്ത്യയെ ആനയാണ്, അമേരിക്ക എലിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരുന്ന് പലരും ഇങ്ങനെ കൈയടിക്കുന്നു. അയ്യോ, എന്ത് വലിയ സിദ്ധാന്തം, പുള്ളി പോപ്പുലർ ആവുന്നു, ചാനലുകാരെല്ലാം ചർച്ചയ്ക്ക് വിളിക്കുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള അമിതമായ ദേശീയത എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഓവർഡോസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് ഒന്നും അത്ര ഒരു റിയലിസ്റ്റിക് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്